ഹായ് ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഓസ്ട്രേലിയൻ സ്കിൽ അസസ്മെൻറ്റ് അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. സ്കിൽ അസസ്മെൻറ്റ് 14 ജൂൺ മുതൽ ആപ്ലിക്കബിൾ ആയിട്ടുണ്ട് അവരുടെ സൈറ്റിൽ. ഓരോ പ്രൊഫഷനും വേറെ വേറെ സ്കിൽ അസസ്സേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ എഞ്ചിനീയറിങ്ങിന് ഒരു സ്കിൽ അസസ്സർ എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയ ആണ്. അതുപോലെ ടീച്ചിങ്ങിന് ALTSL ആണ്. നഴ്സിങ്ങിനാണെങ്കിൽ ആൻമാർക്കാണ് സ്കിൽ അസസ്സർ. അതായത് ഓസ്ട്രേലിയ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി അക്രഡിറ്റേഷൻ കൗൺസിൽ എന്ന് പറയും. സ്കിൽ അസസ്മെൻറ്റിന് മൊത്തം ഒരു 3 months ടൈം പീരീഡ് ഉണ്ട്. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പം ഏത് മൈഗ്രേഷൻ വിസയുടെയും ആ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ സ്കിൽ അസസ്മെൻറ്റ് ചെയ്യണം. അത് കൊണ്ട് നിങ്ങൾക്ക് സ്കിൽ അസസ്മെൻറ്റ് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ യു കനോട്ട് അപ്ലൈ ഫോർ ദിസ് വിസ. അപ്പം ഇതിൽ മെഷർ ചെയ്യുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ, വർക്ക് എക്സ്പീരിയൻസ്, ഇംഗ്ലീഷ് ലെവൽ എക്സെട്ര ആണ്. പിന്നെ ഇത്രയും നോക്കിയിട്ട് നിങ്ങൾക്ക് സ്കിൽ ലെവൽ ഓർ സ്റ്റാൻഡേർഡ് ടു വർക്ക് ഇൻ ഓസ്ട്രേലിയ എന്നവർ തിട്ടപ്പെടുത്തും. അപ്പോൾ ജനറലി പറയുകയാണെങ്കിൽ ഒരു സ്കിൽ അസസ്മെൻറ്റ് മൈഗ്രേഷൻ പർപ്പസിന് മാത്രമായിട്ടുള്ളതാണ് എന്തായാലും. അതുപോലെ തന്നെ അവിടെ ജോലി ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടോ എന്ന് നോക്കുന്നതുമാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആൻമാക്കിന് നിങ്ങൾക്ക് ഒരു ഇമെയിൽ അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പം ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന ഓരോ സ്റ്റെപ്സ് വഴിയും, അതായത് ഒരു പേഴ്സണൽ കെയർ അസിസ്റ്റൻറ്റിന് വേണ്ട എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ്, എന്തൊക്കെ നിങ്ങളത് സബ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത്, എന്തൊക്കെ ചെയ്ത് വെക്കാം. 3 months സമയമെടുക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് നേരത്തെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം ആപ്ലിക്കബിൾ ആയിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നിങ്ങൾ ചെയ്ത് വെക്കുക. മോസ്റ്റ് കോമൺ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് സ്കിൽ അസസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടത് നിങ്ങളുടെ യു മസ്റ്റ് ഹാവ് എ സർട്ടിഫിക്കറ്റ് 3 എന്നാണ്, അത് വേണം. പിന്നെ നിങ്ങളുടെ CV, വർക്ക് എക്സ്പീരിയൻസ്, പേ സ്ലിപ്പ്, എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ്, തിങ്സ് ലൈക്ക് ദാറ്റ്. അപ്പം 12 months ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാകണം. ഇംഗ്ലീഷ് IELTS സ്കോറൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇപ്പം നിങ്ങളോട് പറഞ്ഞിരുന്നു. IELTSന് 5 ഓർ ഈക്വലൻ്റ് വേണം സ്കോറ്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഒരു കുട്ടി കമൻറ്റ് ഇട്ടിരുന്നു, സ്കിൽ അസസ്മെൻറ്റിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ റിക്വയർമെൻറ്റ്സും ഉണ്ടെങ്കിൽ സ്കിൽ അസസ്മെൻറ്റ് ഓൺലൈനിൽ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ആൻമാർക്കിൻ്റെ സൈറ്റ് ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാവേ. അതുപോലെ തന്നെ ആൻമാർക്കിൻ്റെ ഇമെയിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരുടെ ഇപ്പം ഇമെയിൽ ID, ഇമെയിൽ വഴി നിങ്ങൾക്ക് സംശയം ചോദിക്കണമെങ്കിൽ അതിൻ്റെ ഇമെയിൽ ID verification@anmark.anmac anmark.org.au എന്നാണ്. അതുപോലെ തന്നെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നത് AKILL സർട്ടിഫിക്കറ്റ് 3 അല്ലെങ്കിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള ഓൺലൈൻ കോഴ്സിനെ കുറിച്ച് പറയാമോ, ഏജ്ഡ് കെയർ വർക്കറായിട്ട് അപ്ലൈ ചെയ്യാനാണ് എന്ന് ചോദിച്ചിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാം. GNMനും ചെയ്യാം, BSc നഴ്സിന് ചെയ്യാം, എല്ലാവർക്കും ചെയ്യാം. അപ്പോൾ UK നമ്മളുടെ ബാച്ചിലർ ഡിഗ്രി സർട്ടിഫിക്കറ്റോ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എക്ടിസ് പോലത്തെ ഒരു സൈറ്റിൽ പോയി കമ്പയർ ചെയ്തിട്ട് NVQ3 അല്ലെങ്കിൽ അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള ഇത് നമ്മൾക്ക് കമ്പയർ ചെയ്തൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പം അത് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. പിന്നെ ഈ സർട്ടിഫിക്കറ്റ് 3 നമുക്ക് ഓൺലൈനിൽ ചെയ്യാം. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഫ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ, ഡോണ്ട് ഫോർഗെറ്റ് ടു സപ്പോർട്ട് അവർ ചാനൽ. ഇനി ഞങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണോ ഓൺ ചെയ്താൽ ജോബ് സീക്കേഴ്സിന് എല്ലാ വിവരങ്ങളും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്.